ചാറ്റൽ മഴയും കൊണ്ട് എറണാകുളം ടൗണിൽ കൂടിയിട്ടില്ലേ. രാവിലെ ഉറങ്ങിയണിച്ചപ്പാട് ഒരു ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ ഒരാളോട് ചോദിച്ചു എവിടെയാണ് കടയെന്ന്. അപ്പോൾ മൂപ്പർ പറഞ്ഞ് കുറച്ചപ്പുറത്ത് തന്നെ. പക്ഷെ പണ്ട് ഫിലിമിലെല്ലാം പറയും കൊച്ചി എത്തി എന്ന്. പക്ഷേ അതെന്തിനു പറയുന്നുണ്ട്, വൃത്തിയില്ലാതെ. പക്ഷെ വൃത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ കൊച്ചി ഉണ്ടല്ലോ, എന്താ ക്ലീൻ, ഒന്നും പറയാനില്ല. അപ്പോൾ ഒരാളോട് ഞങ്ങൾ ചായൻ്റെ കടയുണ്ട് നിൽക്കുമ്പോൾ മൂപ്പർ അതൊക്കെ അടിച്ച് തന്ന്. അവിടെ എത്തിയിട്ടാകുമ്പോൾ എങ്ങനെയാ മോനെ കടിയെല്ലാം സൂപ്പർ കടി, പലതരം ഐറ്റം കേട്ടോ. അത് കാണാൻ തന്നെ പറയാനൊക്കെ വാക്കില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് പിന്നൊന്നും ഞാൻ കാണിച്ചു തരാൻ പറ്റുന്നില്ലേ, ബഡ്ജറ്റ് വളരെ കുറഞ്ഞ ഒരു റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ബെഡ്റൂം ഫ്ലാറ്റ് ഭയങ്കര അടിപൊളി ഫ്ലാറ്റാണ്. ബഡ്ജറ്റ് വളരെ കുറവ്. ഇവിടുത്തെ ഈ ഫുഡ് രാവിലെ തന്നെ കഴിച്ചിട്ടാകുമ്പോൾ ഇല്ലേ, അതിൻ്റെ ഒരു സ്വാദും അതേപോലെ തന്നെ ഞങ്ങളുടെ റൂമിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. റൂം പാർക്കിങ് കാര്യങ്ങളെല്ലാം അയച്ചു അതുകൊണ്ട് അടുത്തൊക്കെ പോകുന്നത് ഇത് തന്നെ. ഇത് അവരെ റിസപ്ഷൻ. അപ്പം ഇത് താഴെ തന്നെ ഏറ്റവും വലിയ കൊച്ചി 2ാം റൂം. പിന്നെ സ്റ്റെപ്പ് കയറി നല്ല വൃത്തിയുണ്ട്. വൃത്തി എന്ന് പറയുന്ന കാര്യത്തിൽ പറയാൻ ഇതില്ല. അല്ല ഇതൊക്കെയല്ല റൂം കൊച്ചി 3ാം റൂമൊന്നും തിരക്കിയല്ല. ഞങ്ങൾ വരുമ്പോഴേക്ക് ഞങ്ങളുടെ വാച്ച്മാൻ ചായ കുടിച്ച് വരുമ്പോഴേക്ക് വാച്ച്മാൻ ഗെയിമിൽ കളിക്കാൻ തുടങ്ങിയിരുന്നു. റൂമിനെ പറ്റി പറയുകയാണെങ്കിൽ തിരക്കിയല്ല. അത്യാവശ്യം ചെറിയ ബഡ്ജറ്റാണ്. ചെറിയ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ചെറിയ ബഡ്ജറ്റ്. പിന്നെ കിച്ചന് തിരക്കില്ലാത്ത ഒരിതാണ് കിച്ചന് കാര്യങ്ങൾ. പിന്നെ ഫ്രിഡ്ജ്, പിന്നെ ഡൈനിങ് ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്. പിന്നെ റൂം എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം കബോർഡ്, ബാൽക്കണി കാര്യങ്ങൾ. ബാൽക്കണി അതിനകത്ത് അടിച്ചിടാം. ബാൽക്കണി തിരക്കേറില്ല. അത്യാവശ്യം ചെറിയ റൈറ്റും തന്നെയാണ്. ഐസി കാര്യങ്ങളുണ്ട്. ബാത്റൂം തിരക്കേറില്ല. നല്ല വലുതായിട്ടുള്ള ബാത്റൂം. പിന്നെ ഇവിടെ റൂമുണ്ട്. അതവിടെ മോന് ഉറങ്ങുന്നുണ്ട്. അല്ല ഇവിടെ എറണാകുളം വരുന്ന ആൾക്ക് താമസിക്കാനെല്ലാം പറ്റിയ ചെറിയ ബഡ്ജറ്റ്